സഹോദരങ്ങളെ, നമുക്ക് ആദിമസഭയിലേക്ക് തിരിച്ചു പോയാലേ പഴയതുപോലെ ഉണർവ് ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ കുറെ അറിവ് സംഭരിക്കുക എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ശ്രദ്ധിക്കണേ, ഒരു വചനമാണ് എൻ്റെ ഹൃദയത്തിൽ വീണ് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ വചനമായിരിക്കാം എൻ്റെ ഹൃദയത്തിൽ വീണ് കിട്ടുക. ആ വചനം എൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ വ്യക്തി ക്രിസ്തുവിലേക്ക് വളരാൻ തുടങ്ങുകയാണ്. അത് മറക്കരുതേ. ദൈവവചനത്തെ യേശു എപ്പോഴും വിത്തിനോടാണ് ഉപമിക്കുന്നത്. വിത്ത്, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പോകുന്ന വിത്ത്, അതിനോടാണ് വചനത്തെ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ ക്ലാസ് കേൾക്കുമ്പോൾ പല അറിവുകളും ബോധ്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. ഒരു വചനമായിരിക്കും നമ്മളെ സ്പർശിക്കുന്നത്. ഒരു വചനം അതെന്റെ ഹൃദയത്തെ സ്പർശിക്കും. ആ വചനത്തെ ഞാൻ മുറുകെ പിടിക്കണം. ചിലപ്പോൾ ആ വചനം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാകാം. വചനം അത് വിത്തുപോലെയാണ്. അത് നിനക്ക് ആവശ്യമുള്ള വചനം നിന്റെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അതിനെ മുറുകെ പിടിക്കണം. അതിനെ മുറുകെ പിടിക്കുമ്പോൾ മറ്റെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇന്ന് കുറെ വിത്തുകൾ കൊണ്ട് ഒരു കുഴിയിലിടുന്നത് പോലെയല്ല. ഒരു വിത്തെങ്കിലും നിന്റെ ഹൃദയത്തിൽ അത് മുളച്ച് അത് ഫലം ചൂടാൻ ഇടവരണം. അതാണ് മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം പറയുന്നത്. 14 മുതൽ വാക്യങ്ങളിൽ പറയുകയാണ്, വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. അതെങ്ങനെയാണ്? അത് ലോകത്തിന്റെ ബുദ്ധി കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വീഴുന്നത് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലരെ കുറിച്ച് പറയുകയാണ്, എല്ലാവരെയും കുറിച്ചല്ല, ചിലരെ കുറിച്ച്. അത് 30 മേനി. എന്താണ് അങ്ങനെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളത്? 70 ലോകത്തിൻ്റെതായിട്ടാണ് പോകുന്നത്. 70 ലോകത്തിൻ്റെതാണ്. 30 എന്നിൽ പുറപ്പെടുന്നുണ്ടോ പരിശോധിക്കുക. വേറെ ചിലരാകട്ടെ 60 മേനി. അപ്പൊ 40 ലോകത്തിൻ്റെതാണ്. എന്നാൽ ഒരു കൂട്ടർ 100 മേനി ഫലം പുറപ്പെടുവിക്കും. അവർ ലൗകികമായ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. നമ്മളിൽ നിന്ന് വചനത്തിന്റെ ബലം പുറപ്പെടണമെങ്കിൽ അത് മുളച്ച് വളരാൻ തുടങ്ങണം. അതിന് കണ്ടമാനം വചനമൊന്നുമല്ല ആവശ്യമായിരിക്കുന്നു. ഒറ്റ വചനത്തെ മുറുകെ പിടിക്കണം. അതിലൂടെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എന്റെ ഫോക്കസ് മുഴുവൻ എന്നെ സ്പർശിച്ചൊരു വചനമാണ്. ആ വചനത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത് വരെ ആ വചനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ലൂക്ക് 6:37 പറയുകയാണ്, 3 കാര്യങ്ങളാണ് ഒറ്റ വചനത്തിൽ പറയുക. ദൈവം നിന്നെ വിധിക്കാതിരിക്കണമെങ്കിൽ നീ ആരെയും വിധിക്കാതിരിക്കുക. ആ 3 കാര്യങ്ങളിൽ ഒറ്റ കാര്യം മുറുകെ പിടിക്കുക, ഞാൻ ആരെയും വിധിക്കത്തില്ല. അത് നമ്മുടെ ചിന്തയിൽ നടക്കുന്ന വ്യാപാരമാണ്. അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ അതായിരിക്കണം എന്റെ മെയിൻ ഫോക്കസ്. ആ 3-ലെ 2-ാമത്തെയാണ് കുറ്റാരോപണം നടത്തരുത്. ദൈവം നിന്റെ മേൽ കുറ്റം ആരോപിക്കില്ല. ഒരാളെ കുറിച്ച് ഞാൻ കുറ്റാരോപണം നടത്തില്ല. തെറ്റുതിരുത്തലും കുറ്റാരോപണവും രണ്ടും രണ്ടാണ്, മറന്നു പോകരുത്. ഒരാളെ നേരിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ, അത് ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. ആ വ്യക്തിയെ തെറ്റിതിരുത്തുകയാണ്. കുറ്റാരോപണം അത് മറ്റൊരാളോട് പറയുമ്പോഴാണ്. അതാണ് കുറ്റാരോപണം. ആ ഒരു വചനത്തെ മുറുകെ പിടിക്കുക. അതിന്റെ 3-ാമത്തെ കാര്യമാണ് പറയുക, ക്ഷമിക്കുവിൻ. എന്ത് ദ്രോഹം ചെയ്ത വ്യക്തിയാകട്ടെ ക്ഷമിക്കുക. നിന്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും. ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്. ഇതുപോലെ സഹോദരങ്ങളെ, നിന്നെ സ്പർശിച്ച വചനത്തെ അത് മുറുകെ പിടിക്കുക. അതിൽ പൂർണ്ണത കൈവരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ യേശു മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയും. അതല്ലേ യേശു പറയുന്നത്? എന്റെ വാക്ക് നിങ്ങളിൽ കുടികൊള്ളുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക. കുടികൊള്ളുക. ഒരു വചനമെങ്കിലും നിങ്ങളിൽ വേരുപാകണം. ഒരു വചനമെങ്കിലും. അപ്പൊ അവര് പറയും, നീ പ്രസംഗിക്കുമ്പോ അതിന്റെ അടുത്തായിരുന്നു എന്റെ വീട്, ഞാനത് കേട്ടിട്ടുണ്ട്.
പക്ഷെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഒരു വചനമെങ്കിലും നിന്നിൽ വേരുപാകണം. അതിന്റെ മാറ്റം നിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് നവീകരണം എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത്.